ലൈവിന്റെ ഈ ആഴ്ചയിലെ പ്രാദേശിക വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആർച്ച. നോക്കാം ഈ ആഴ്ച. കൊടകര സെന്റ് ജോർജ് പള്ളിയിലെ അമ്പു തിരുനാൾ പൂർവാധികം ഭംഗിയായി ആഘോഷിച്ചു. ഈ വർഷത്തെ പുത്തുകാവ് താലപ്പൊലി മഹോത്സവം ജനുവരി 23-ന്. ഇന്റർ ഡോജോ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നേടി ആനത്തടം കരാട്ടെ സെന്റർ. പുലിപ്പാറക്കുന്ന് മലയാടത്ത് മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ കളമ്പാട്ട് മഹോത്സവം നടന്നു. 11ാമത് കാർഷിക സെൻസസ് നടത്തുന്നു. കൊടകര ഗ്രാമപഞ്ചായത്തിൽ സംരംഭക സഭ സംഘടിപ്പിച്ചു. കൊടകര സെന്റ് ജോർജ് പള്ളിയിലെ അമ്പു തിരുനാൾ 18, 19, 20 തീയതികളിൽ ആഘോഷിച്ചു. അമ്പുവരവും പ്രദക്ഷിണവും കൂടാതെ ടൗൺ അമ്പിന് വിവിധ പരിപാടികളും നടന്നു. കൈരളി ചാലക്കുടിയുടെയും പാല ന്യൂ വോയ്സിന്റെയും സൗഹൃദ ബാൻഡ് മേളം തിങ്കളാഴ്ച നടന്ന ടൗൺ അമ്പിന് താളവിസ്മയമേകി. വൈകിട്ട് 7 മണിക്ക് ഡിജോൺ ടീമിന്റെ ഫ്യൂഷനും പരിപാടികളും നടന്നു. പുത്തുകാവ് ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ജനുവരി 23-ന് നടത്തും. രാവിലെ 3 മണിക്ക് പള്ളി ഉണർത്തലോടുകൂടി നട തുറക്കും. തുടർന്ന് മറ്റു പൂജകളും നടത്തും. ഉച്ചതിരിഞ്ഞ് സർവശ്രീ പല്ലാവൂർ ശ്രീധരൻ മാരാരും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യവും, തുടർന്ന് സർവശ്രീ കലാനിലയം ഉദയൻ നമ്പൂതിരിയും സംഘവും നയിക്കുന്ന പാണ്ടിമേളവും അരങ്ങേറും. വൈകിട്ട് 7 മണിക്ക് കൊട്ടാരക്കര ശ്രീഭദ്ര അവതരിപ്പിക്കുന്ന ബാലെ നിഗുംബില ഉണ്ടായിരിക്കുന്നതാണ്. രാത്രി വിവിധ ദേശങ്ങളുടെ താലിപ്പറയും വിവിധ സമുദായക്കാരുടെ വേലവരവിനോടനുബന്ധിച്ച് കാളക്കളിയും തട്ടിമേൽ കളിയും ദാരിക സംഭവ നൃത്തവും ഉണ്ടാവും. ഇന്റർ ഡോജോ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നേടി ആനത്തടം കരാട്ടെ സെന്റർ. കൊരട്ടിയിൽ വെച്ച് നടന്ന 7ാമത് ഇന്റർ ഡോജോ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നേടി ആനത്തടം കരാട്ടെ സെന്റർ. ആനത്തടം കരാട്ടെ സെന്ററിനും അതിന് അവരെ പ്രാപ്തരാക്കിയ ഷിമ സെൻസായിക്കും മുഖവര ലൈവിന്റെ അഭിനന്ദനങ്ങൾ. പുലിപ്പാറക്കുന്ന് മലയാടത്ത് മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കളമ്പാട്ട് മഹോത്സവം ജനുവരി 18, 19 തീയതികളിൽ ഭംഗിയായി ആഘോഷിച്ചു. കളമെഴുത്തും പാട്ടും ശോഭു ആലത്തൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു. നിരവധി പേർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 11ാമത് കാർഷിക സെൻസസിന്റെ 2ാം ഘട്ടം 16ാം വാർഡിൽ ആരംഭിക്കുന്നു. 2024-25 സംരംഭക വർഷം 3ാം പദ്ധതിയുടെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പും വ്യവസായ വാണിജ്യ വകുപ്പും സംയുക്തമായി ചേർന്ന് സംരംഭക സഭ എന്ന പ്രോഗ്രാം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടത്തിവരുന്നു. ഇതിന്റെ ഭാഗമായി 2025 ജനുവരി 17 വെള്ളിയാഴ്ച കൊടകര ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംരംഭക സഭ സംഘടിപ്പിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അമ്പിളി സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സ്വപ്ന സത്യനാണ് അധ്യക്ഷ പദം അലങ്കരിച്ചത്. ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിച്ചു. നന്ദി.